നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. പത്രിക സമർപ്പിക്കാനുള്ള സമയം നാളെ അവസാനിക്കും. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. വൈകിട്ട് 3 വരെ പത്രിക സമർപ്പിക്കാം. പലയിടത്തും തർക്കങ്ങൾ മൂലം നീണ്ടുപോയ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിവേഗം നടത്താനുള്ള ഒരുക്കത്തിലാണ് പാർട്ടികൾ. വീറും വാശിയും നിറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് മുന്നണികൾ കടക്കുകയാണ്. പത്രിക സമർപ്പണം പൂർത്തിയാകുന്നതോടെ മത്സര ചിത്രം തെളിയും. വിമതരെയും അസന്തുഷ്ടരെയും അനുനയിപ്പിക്കാൻ 18 പയറ്റുകയാണ് പാർട്ടികൾ. ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയാകുന്ന വിമതരുടെയും സ്വതന്ത്രരുടെയും പത്രിക പിൻവലിപ്പിക്കാൻ അണിയറ ശ്രമങ്ങൾ സജീവമാണ്. അതിന് തയ്യാറാകാത്തവർക്ക് അച്ചടക്ക നടപടി നേരിടേണ്ടി വരും. മത്സര ചിത്രം തെളിയുന്നതോടെ തെരഞ്ഞെടുപ്പ് പോർക്കളം സജീവമാകും. ഇനിയുള്ള ദിവസങ്ങളിൽ കൺവെൻഷനുകളും വീട് കയറിയുള്ള വോട്ട് തേടലുമെല്ലാം സജീവമാകും. 3ഉം 4ഉം റൗണ്ട് വരെ സ്ഥാനാർത്ഥികൾ ഓരോ വീട്ടിലുമെത്തും. പ്രചരണത്തിന് സൈബർ സാധ്യതകളും പാർട്ടികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ പാർട്ടികൾ ഇതിനകം മേൽക്കൈ നേടിയിട്ടുണ്ട്. പത്രികാ സമർപ്പണത്തിന്റെയും സൂക്ഷ്മ പരിശോധനയുടെയും പത്രിക പിൻവലിക്കാനുള്ള സമയപരിധിയും പൂർത്തിയാകുന്നതോടെ പ്രചരണത്തിന് തീപിടിക്കും. തലമുതിർന്ന നേതാക്കൾ വരെ ക്യാമ്പ് ചെയ്താണ് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ജനഹിത പരിശോധനയായതിനാൽ അരയും തലയും മുറുക്കി തന്നെയാണ് മുന്നണികൾ പ്രചരണം നടത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാർട്ടി പ്രവർത്തകരോടൊപ്പം പ്രകടനവുമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വാർഡ് 1 ബീന സുരേന്ദ്രൻ, 2 അഷ്റഫ് പാവൂരയിൽ, 3 നിഷിത ബാബു, 4 ഷനിൽ, 5 ഹരിദാസൻ തയ്യിൽ, 6 വാർഡിൽ പ്രസീത ബിജു CPI, 7 വാർഡിൽ KV ജിതേഷ് കുമാർ, 8 വാർഡിൽ ആശ ഷിബു, 9 ബാബു ജോസ്, 10 ജ്യോതി ശശി, 11 വാർഡിൽ നസീറ ഷബീർ, 12 വിനോദ് VV, 13 വാർഡിൽ ജോമി തോമസ്, 14 സിന്ധു മനോജ്, 15 സുധാ ബാലചന്ദ്രൻ, 16 അശ്വതി രജീഷ്, 17 രുക്മിയ സുധീർ, 18 അശോകൻ എടക്കാട് എന്നിവരാണ് LDF സ്ഥാനാർത്ഥികൾ. ചെമ്പൈ സംഗീതോത്സവത്തിൽ കീബോർഡിൽ വിസ്മയം തീർത്ത് VG വിഘ്നേശ്വർ. വിശേഷാൽ കച്ചേരിയിൽ 1 മണിക്കൂറോളം ആസ്വാദനത്തിന്റെ ആവേശ തിരമാലയാണ് അലയടിച്ചത്. ത്യാഗരാജർ അടാണരാഗത്തിൽ രചിച്ച അനുപമ ഗുണാംബുധി എന്ന കീർത്തനമാണ് ഖണ്ഡ ചാപ്പതാളത്തിൽ ആദ്യം വായിച്ചത്. തുടർന്ന് ഹംസനാഥരാഗത്തിൽ ബണ്ടുരീതി, കൊലുവയ്യ, ശങ്കരാഭരണ രാഗത്തിൽ സ്വരരാഗസുധ എന്നീ കീർത്തനങ്ങളും വായിച്ചു. ധനശ്രീ രാഗത്തിൽ സ്വാതി തിരുനാൾ രചിച്ച തില്ലാന വായിച്ചാണ് കീബോർഡ് വിസ്മയം അവസാനിപ്പിച്ചത്. നല്ലൈ K വിശ്വനാഥൻ വയലിനിലും പ്രവീൺ ശർമ്മ മൃദംഗത്തിലും വൈക്കം ഗോപാലകൃഷ്ണൻ ഘടത്തിലും പക്കമേളമൊരുക്കി. കഥകളിപ്പദം പാടി ശ്രീവത്സൻ J മേനോൻ ആസ്വാദകരുടെ മനം കവർന്നു. അജിതാ ഹരി എന്ന കഥകളിപ്പദം ആലപിച്ചപ്പോൾ സദസ്സിലാകെ കരഘോഷമുയർന്നു. രേവഗുപ്തി രാഗത്തിൽ ഗോപാലക പാഹിമാം എന്ന് തുടങ്ങുന്ന പ്രശസ്ത കീർത്തനം കൂടി അദ്ദേഹം പാടി. മഞ്ജുള രാജേഷ് വയലിനിലും മാവേലിക്കര RV രാജേഷ് മൃദംഗത്തിലും ഉടുപ്പി ശ്രീധർ ഘടത്തിലും പക്കമേളമൊരുക്കി. ശ്രീവിദ്യ സെക്കന്ദരാബാദിന്റെ കച്ചേരിയും ശ്രദ്ധേയമായി. കേരള കലാമണ്ഡലത്തിലെയും സ്കൂൾ ഓഫ് ഡ്രാമയിലെയും സംഗീത വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചനയും ഉണ്ടായിരുന്നു.
പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം അനുസ്മരണ ദിനമായി ആചരിച്ചു. കൊണ്ടന്നൂർ സെന്ററിൽ OICC ഇൻകാസ് തൃശൂർ ജില്ലാ ഗ്ലോബൽ കോർഡിനേറ്റർ ചന്ദ്രപ്രകാശ് എടമന ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തുകൊണ്ട് പുഷ്പാർച്ചന നടത്തി. ഐക്യജനാധിപത്യ മുന്നണി 9ാം വാർഡ് സ്ഥാനാർത്ഥി ഷീജ ജോസഫ്, സാജൻ, വാർഡ് പ്രസിഡന്റ് അജീഷ് വെള്ളക്കുന്ന്, ബാബു വെള്ളക്കുന്ന് എന്നിവർ സംസാരിച്ചു. പീറ്റർ പുത്തിരി സ്വാഗതവും പ്രഭാകരൻ വെള്ളക്കുന്ന് നന്ദിയും പറഞ്ഞു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന മാർ ബസേലിയോസ് സ്കൂളിൽ KG വിഭാഗത്തിന് വേണ്ടി നിർമ്മിച്ച പുതിയ KG ബ്ലോക്കിന്റെ കൂദാശ കർമ്മം വെള്ളിയാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. രാവിലെ 10 മണിക്ക് ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലും വൈദിക ശ്രേഷ്ഠരുടെ സഹകാർമ്മികത്വത്തിലുമാണ് കൂദാശ ചടങ്ങുകൾ. തുടർന്ന് ചേരുന്ന പൊതുസമ്മേളനം സ്കൂൾ മാനേജർ ഫാദർ ജോൺ ഐസക്കിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, പള്ളി ട്രസ്റ്റി സാംസൺ പുലിക്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചീരൻ, ചൊവ്വന്നൂർ BPC അനീഷ് ലോറൻസ്, സ്കൂൾ ഹെഡ്മാസ്റ്റർ ജിബ്ലസ് ജോർജ്, PTA പ്രസിഡന്റ് ജീമോൻ ജെയിംസ്, ഡോക്ടർ ഷൈൻ C ചിന്നൻ തുടങ്ങിയവർ സംസാരിക്കും. കൂദാശയ്ക്കും ഉദ്ഘാടന സമ്മേളനത്തിനും പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, PTA ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകും. കൂദാശയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സ്കൂൾ മാനേജർ ഫാദർ ജോൺ ഐസക്, ഹെഡ്മാസ്റ്റർ ജിബ്ലസ് ജോർജ് എന്നിവർ അറിയിച്ചു. 2024 ഏപ്രിൽ 22-നാണ് പുതിയ KG കെട്ടിടത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ചത്. 1 കോടി ചെലവിൽ 7000 സ്ക്വയർ ഫീറ്റിൽ ഇരുനിലകളിലായി അത്യാധുനിക രീതിയിൽ 8 ക്ലാസ് മുറികളാണ് KG ബ്ലോക്കിൽ വിഭാവനം ചെയ്ത് പണികൾ പൂർത്തീകരിച്ച് ഇപ്പോൾ നാടിന് സമർപ്പിക്കുന്നത്. 132 വർഷം പഴക്കമുള്ള വിദ്യാലയത്തിന് 3 നിലകളിലായി മറ്റൊരു ഹൈടെക് സംവിധാനങ്ങളോടുകൂടിയ കെട്ടിട സമുച്ചയം 2022-ൽ പണികൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചിരുന്നു. ലോകോത്തര നിലവാരത്തിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തിൽ പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ മാനേജ്മെന്റ് പ്രൈമറി വിദ്യാർത്ഥികൾക്ക് പുറമെ KG വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കും കൂടി മനോഹരമായ ഏറ്റവും ആധുനിക രീതിയിൽ പുതിയ കെട്ടിടം പണികൾ പൂർത്തീകരിച്ച് മികച്ച ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുകയാണ്. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ പ്രൈമറി വിദ്യാലയമാണ് മാർ ബസേലിയോസ് സ്കൂൾ. 600ഓളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാലയം പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അധ്യയനം നടത്തുന്ന സ്ഥാപനം കൂടിയാണ്. KGയിലും 1ാം ക്ലാസ്സിലും മേഖലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രവേശനം നടത്തുന്ന ഈ വിദ്യാലയം അക്കാദമിക രംഗത്തും ഏറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ മുഴുവൻ വിളക്കാഘോഷവും അന്നദാനവും നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ വർഷവും വൃശ്ചിക മാസത്തിലെ 30 വെള്ളിയാഴ്ചയാണ് അയ്യപ്പൻ വിളക്ക് നടത്തുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നവംബർ 20 വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്ന ഭഗവത് സേവയോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു. 21-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ വിളക്കുപന്തലിൽ മഹാഗണപതി ഹോമം ഉണ്ടായിരിക്കും. വൈകിട്ട് 6 മണിയോടെ തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ചിറമനേങ്ങാട് വാസുണിസ്വാമികളുടെ നേതൃത്വത്തിൽ പാലക്കൊമ്പ് എഴുന്നള്ളിക്കും. തുടർന്ന് പൂത്താലത്തിന്റെയും വാദ്യാഘോഷങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടുകൂടി നഗരപ്രദക്ഷിണം ചെയ്ത് രാത്രി 9 മണിയോടെ വിളക്കുപന്തലിൽ സമാപിക്കും. തുടർന്ന് കാണിപ്പാട്ട്, പൊലിപ്പാട്ട്, വെട്ടുംതട, തിരിയൊഴിച്ചിൽ എന്നിവയും ഉണ്ടാകും. വെള്ളിയാഴ്ച അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും 3 നേരവും അന്നദാനം ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർ KK മണികണ്ഠൻ, അക്ഷയ് രഞ്ജൻ, K മണികണ്ഠൻ എന്നിവർ അറിയിച്ചു. 43ാമത് എരുമപ്പെട്ടി ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും ഭക്തി നിർഭരമായി. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ നിന്നും വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. ചിറമനേങ്ങാട് വാസുണ്ണി ഗുരുക്കൾ വിളക്ക് യോഗത്തിന് നേതൃത്വം നൽകി. ചടങ്ങിൽ പതിയാരം തെക്കൂട്ട് സുരേഷ് ഗുരുസ്വാമി, ദേഹണ്ണം കോട്ടപ്പുറം മുരളി എന്നിവരെ ആദരിച്ചു. തുടർന്ന് എടപ്പാൾ സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിലെ വിദ്യാർത്ഥികളും മദ്ദളം വിദ്വാൻ സുധീഷ് നെല്ലുവായുടെ ശിഷ്യന്മാരും ചേർന്ന് അവതരിപ്പിച്ച പഞ്ചവാദ്യം അരങ്ങേറി. നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചു. കേച്ചേരി വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ തലക്കോട്ടുകര ബാലകൃഷ്ണൻ നായർ ബസ് സ്റ്റോപ്പിനടുത്താണ് പോസ്റ്റ് നിന്നിരുന്നത്. പോസ്റ്റ് റോഡിലേക്ക് തള്ളി നിന്നിരുന്നതും റോഡിലെ വളവ് കാരണവും വഴിയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തിയിരുന്നു. പോസ്റ്റ് അരികിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. അടുത്ത കാലത്ത് പോസ്റ്റിൽ വിള്ളലുകൾ കാണപ്പെട്ടതിനെ തുടർന്ന് കേച്ചേരി KSEB അധികൃതർ പോസ്റ്റ് മാറ്റുവാൻ തീരുമാനിക്കുകയും റോഡിൽ മാർക്ക് ചെയ്തിട്ടുള്ള വെള്ളവരയിൽ നിന്നും 6 ഇഞ്ച് മാത്രം അകലത്തിൽ സ്ഥാപിക്കുവാൻ കുഴിയെടുക്കുകയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് അംഗം ബിന്ദു ശർമ്മ ബന്ധപ്പെട്ട അധികാരികളോട് ഇതിന്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയിരുന്നു. പക്ഷേ യാതൊരു അറിയിപ്പുമില്ലാതെ വെള്ളവരയിൽ നിന്നും 6 ഇഞ്ച് മാത്രം അകലത്തിൽ പോസ്റ്റ് സ്ഥാപിക്കുവാൻ തുടങ്ങിയപ്പോൾ ബിന്ദു ശർമ്മയും നാട്ടുകാരും ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു.
പ്രതിഷേധത്തിനൊടുവിൽ ചർച്ചകൾക്കു ശേഷം പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുവാൻ തീരുമാനമായി. കേച്ചേരി വടക്കാഞ്ചേരി റോഡ് BMBC നിലവാരത്തിലേക്ക് ഉയർന്നപ്പോൾ വാഹനങ്ങളുടെ അമിത വേഗം മേഖലയിൽ ഒട്ടനവധി അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിലേറെ ഈ തിരിവിൽ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന പോസ്റ്റ് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മാറ്റി സ്ഥാപിച്ചതിൽ KSEB അധികൃതർക്ക് നാട്ടുകാർ നന്ദി രേഖപ്പെടുത്തി. തൃശൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മോണോ ആക്ട് മത്സരത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് നേടി അമൽന സൈമൺ. മമ്മിയൂർ LF GHSലെ വിദ്യാർത്ഥിനിയാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 11,430 രൂപ, പവന് 91,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 163 രൂപ. ഗുരുവായൂർ തിരുവേങ്കിടം കൂടത്തിങ്കൽ ശാന്തകുമാരി നിര്യാതയായി 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ കിഴുവപ്പാട്ട് ചിറ്റാട ഗംഗാധരൻ ഭർത്താവാണ്. കൃഷ്ണകുമാർ, കൃഷ്ണദാസ് എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി ചെറുവത്തൂർ വില്ലി ഡേവിഡ് എന്ന അപ്പു നിര്യാതനായി 69 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളിയിൽ നടത്തി. ബേബി ഭാര്യയും വിനി, വിബി, റോജ, മറിയ എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി ചെറുതുരുത്തി കരുമത്തിൽ ബാലകൃഷ്ണൻ നിര്യാതനായി 72 വയസ്സായിരുന്നു. സംസ്കാരം 2 മണിക്ക് ചെറുതുരുത്തി ശാന്തിതീരം ശ്മശാനത്തിൽ നടത്തും. രാധാമണി ഭാര്യയും ദുർഗ മകനുമാണ്. പാത്രമംഗലം ആദൂർ കളരിക്കൽ ബാലകൃഷ്ണ പണിക്കർ ഭാര്യ സുശീല പണിക്കത്തിയാർ നിര്യാതയായി 82 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ഇന്ദിര, കാഞ്ചന, ശ്രീകല, പ്രസാദ്, ദിലീപ്, പ്രമോദ് എന്നിവർ മക്കളാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.